ഇത് ഒരാഴ്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്നിട്ട് യാതൊരു തരത്തിലുള്ള ഭാവി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുകയോ അങ്ങനത്തുള്ള ഒരു പ്രതികരണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. വളരെ കടുത്ത വിഷാദത്തിലാണോ? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ? ഒരുപക്ഷെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് വലിയൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണോ? രേഷ്മ, അത് വലിയ ചോദ്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് കരുതിയത് അത് രാഹുൽ ചെയ്തിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നു. അതിനുശേഷം നിറഞ്ഞ ചിരിയുമായിട്ടാണ് രാഹുൽ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോയത്. വീടിൻ്റെ ഉമ്മറത്ത് കാത്തു നിന്നിരുന്ന മാധ്യമപ്പട വീടിനുള്ളിലേക്ക് കയറി രാഹുലും അമ്മയും സഹോദരിയും കുടുംബാംഗങ്ങളും ഒക്കെ തമ്മിലുള്ള ഇമോഷണൽ സീന് ഒപ്പിയെടുത്ത് അത് വിറ്റ് കാശാക്കാനുള്ള ശ്രമം നടത്തുന്നത് മുന്നേ കൂട്ടിക്കണ്ട് നാട്ടുകാരൊക്കെ അവിടുത്തെ ചാനലുകാരെ തല്ലി ഓടിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അവിടുത്തെ ജനങ്ങൾ, രാഹുലിൻ്റെ കൂട്ടുകാരൊക്കെ അവരൊപ്പം തന്നെയുണ്ട്. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിച്ചതുപോലെ അല്ലെങ്കിൽ അവരാഗ്രഹിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വാ തുറന്നിട്ടില്ല. അവർ വിചാരിച്ചത്, അതായത് രാഹുലിനെ പിന്തുണച്ചവരൊക്കെ കരുതിയത് രാഹുൽ തിരിച്ചു വന്ന് വീട്ടിൽ പോയി അമ്മയുമൊത്ത് കുറച്ച് ദിവസം ചെലവഴിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം കൂട്ടുകാരുമായും അഭിഭാഷകരുമായും ഒക്കെ സംസാരിച്ചതിന് ശേഷം പതിയെ പതിയെ തിരിച്ചു വരുന്നതിനുള്ള നടപടികൾ തുടങ്ങുമെന്നും അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആസൂത്രിത ഗൂഢാലോചനയെക്കുറിച്ച് അക്കമിട്ട് നിരത്തി അതിലൊരു ക്ലാരിറ്റി വരുത്തുമെന്നുമായിരുന്നു കരുതിയത്. കാരണം ഇപ്പോൾ തന്നെ കോടതികളിലൊക്കെ രാഹുലിൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി രാഹുലിന് അനുകൂലമായ നിലയിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നു. ബലാത്സംഗം നിലനിൽക്കില്ല എന്ന തരത്തിലുള്ള ചില സൂചനകൾ അതിൽ നൽകപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങൾ, കേസുകളൊക്കെ തകരുന്ന സാഹചര്യത്തിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. എന്ന് മാത്രമല്ല, രാഹുലിനെ വേട്ടയാടാനിറങ്ങിയ ചില ആളുകൾക്ക് വലിയ തിരിച്ചടികളൊക്കെ പല വഴിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളും അവരൊക്കെ രാഹുലിനെ തെറി വിളിച്ച് ഉണ്ടാക്കിയ ഒരു ഫെയിം അത് തകർന്നടിയുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അവരെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന കാറിത്തുപ്പുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് രാഹുലിന് അനുകൂലമായിട്ട് സകലതും വരുന്നൊരു ഘട്ടത്തിലാണ് രാഹുൽ ഈ നിശബ്ദത പാലിക്കുന്നത്. എന്താണ് കാരണമെന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ രാഹുലിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടാൽ രാഹുൽ ഫോൺ എടുക്കില്ല. രാഹുലിൻ്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരും കൃത്യമായി ഒന്നും പറയാൻ തയ്യാറല്ല. രാഹുലിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് പേര് രാഹുലിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ആരെയും കാണാൻ തയ്യാറാകുന്നില്ല. രാഹുൽ വീടിന് വെളിയിൽ ഇറങ്ങുന്നില്ല എന്നാണ് അവിടെ പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ എവിടേക്കും പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാഹുൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാധ്യമങ്ങൾ രാഹുലിൻ്റെ പിറകെ കൂടേണ്ടതാണ്. കാരണം രാഹുലിനോടുള്ള മാധ്യമങ്ങളുടെ ദേഷ്യവും മാധ്യമ വേട്ട എന്ന കൊട്ടേഷനും ഒന്നും അവസാനിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു വാർത്തയോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അടക്കം അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വരിയോ ഒന്നും വന്നിട്ടില്ല, ഒന്നും വരുന്നില്ല. പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, അദ്ദേഹം വരുമോ ഇല്ലയോ ഒന്നും അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് അറിയില്ല അദ്ദേഹം എന്നാണ് വരിക. അങ്ങനെ മൊത്തത്തിലൊന്ന് അടച്ചു മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത്. അതായത് മുമ്പ് ആദ്യം ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്ന് റിപ്പോർട്ടർ ചാനൽ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത ആ കൊട്ടേഷൻ ആരംഭിച്ചപ്പോൾ രാഹുൽ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നിരുന്നു. ഏതാണ്ട് സമാനമായ സ്വഭാവത്തിലേക്ക് രാഹുൽ വീണ്ടും പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് രാഹുലിന് അത്തരത്തിലൊരു വിഷാദ മനോഭാവം ഇടയ്ക്ക് വരാറുണ്ട്. ജയിലിലായിരുന്നപ്പോഴും അദ്ദേഹം ആരോടും സംസാരിക്കാതെ നിതാന്ത ചിന്തകളിലായിരുന്നു. അപ്പോൾ അന്ന് പലരും പറഞ്ഞത് അത് തിരിച്ചിറങ്ങിയതിന് ശേഷം തിരിച്ചു വരാൻ വേണ്ടിയുള്ള സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും നിയമപരമായ പോരാട്ടങ്ങൾ ശക്തമാക്കാനും വേണ്ടിയിട്ടുള്ള ചിന്തകളിലായിരുന്നു രാഹുൽ എന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത്. ജയിലധികൃതരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹതടവുകാരോ ഒക്കെ അങ്ങനെ മറ്റു പലരോടും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറഞ്ഞാൽ രാഹുൽ ആരുമായിട്ടും കാര്യമായ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിമാരാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് പറയുന്നില്ല. രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്രമങ്ങൾ തെറ്റിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വേട്ടയാടിയ രാഷ്ട്രീയ കോമരങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ എന്താണ് സംഭവിക്കുന്നത് എന്ന വലിയ ആശയക്കുഴപ്പത്തിലാണ് രേഷ്മ ഇപ്പോഴുള്ളത്. ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ പാലക്കാടിലേക്ക് പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ?
അതായത് രാഹുലിനെ പൂർണ്ണമായിട്ടും അവിടെ ഇനി കാണാൻ സാധിക്കാത്ത വിധത്തിലേക്ക് വരുമോ? കോൺഗ്രസിൽ തന്നെ ഇനി രാഹുൽ കാണുമോ? അല്ല, കോൺഗ്രസിൽ രാഹുൽ ഇല്ലല്ലോ. അതായത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് എന്ന് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് രാഹുലിനെ ചില കോൺഗ്രസ് നേതാക്കൾ പോയി കണ്ട് സ്നേഹബുദ്ധിയാൽ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടാകും എന്നാണ്. അങ്ങനെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുലിനോട് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന, രാഹുലിന് നോ പറയാൻ കഴിയാത്ത വളരെ അടുപ്പമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ നേരിട്ട് കാണുകയും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വരരുത്, അതായത് മത്സരിക്കരുത് എന്ന് പറയുകയും നിയമപരമായ പോരാട്ടങ്ങൾ ശക്തമാക്കി കോടതിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ, അതായത് ഈ കേസുകൾ ഹൈക്കോടതിയിൽ നിന്ന് കോഷിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കൊടുക്കലോ, അങ്ങനെ തൻ്റെ ഭാഗം ഒരു 60% പൊതുസമൂഹത്തിന് മുന്നിൽ ക്ലിയറാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു നീക്കം നടത്തിയിട്ട് അതിനുശേഷം പാലക്കാട്ടേക്ക് തിരിച്ചു വരൂ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുക, എന്നാൽ വലിയ കുഴപ്പമില്ലാതെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ MP സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ രാഹുലുമായിട്ട് പ്രാഥമികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ എന്നാണ് ചില നേതാക്കൾ സംസാരിച്ചിരിക്കുന്ന ധാരണ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷൻ അത് കോൺഗ്രസിനൊരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? കാരണം രാഹുലിനെ അനുകൂലിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നാൽ ഇനിയും പല പരാതികളും അയാൾക്കെതിരെ പുതുതായി പൊട്ടിവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അതായത് റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം 24-ലെ ചില CITU മാധ്യമപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് രാഹുലിനെതിരെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എല്ലാം കൊണ്ടുവന്നിടുകയായിരുന്നു. നമ്മളിപ്പോൾ ഹോമകുണ്ഡം വരച്ചിട്ട് അതിലേക്ക് ആവാഹിച്ച് ഓരോരുത്തരെ ഇരുത്തുന്നത് പോലെയാണ്. ആദ്യം ഹോമം ഒരു കളം വരച്ചിട്ട് രാഹുൽ എന്ന ആളെ അതിൽ പ്രതിഷ്ഠിച്ച് അവിടെ ഇട്ട് അയാളെ കത്തിക്കാനുള്ള സാധനങ്ങളെ ഓരോന്നായിട്ട് പെറുക്കി അതിലേക്ക് ഇടുകയായിരുന്നു. ആരോപണം, ഓഡിയോ ക്ലിപ്പ്, ഭ്രൂണം, ചോര, ബലാത്സംഗം, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊരു ഒറ്റ തീ കൊടുക്കലായിരുന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നു, അതിജീവിതമാർക്കെതിരല്ല, അവർ കൊടുത്ത പരാതിയുടെ മെറിറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ആ പരാതി വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് മാത്രമാണ്. അതിജീവിതകൾ, അവരുടെ പരാതികൾ, അതിൻ്റെ മെറിറ്റ്, അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അവരെക്കുറിച്ചോ ആ വിഷയത്തെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു ഫയർ ബ്രാൻഡാണ്. CPM-ന് ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ കാലഘട്ടത്തിൽ, അതായത് ഈ പറയുന്ന ഈ കേസ് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഈ കേസ് വരുന്നതിന് മുമ്പുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ BJPക്കും CPM-നും ഇനിയുള്ള അത്രയും കാലം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഷാഫി പറമ്പിൽ അതുപോലത്തെ ഒരു ഫയർ ബ്രാൻഡാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അടിക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഓഡിയോ ഒക്കെ റിപ്പോർട്ടർ അടക്കമുള്ളവർ പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM BJP അത് ആളിക്കത്തിച്ചു. ഇപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് എത്തി. രാഹുൽ അറസ്റ്റിൽ പോയി. ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കോടതി പറഞ്ഞാലും BJP CPM ഒന്നും അംഗീകരിക്കില്ല. അവരെപ്പോഴും പെണ്ണുപിടിയൻ രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയോ ഒക്കെ ചെയ്താൽ ആ വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 140 മണ്ഡലങ്ങളിലും CPM-ഉം BJP-യും ക്യാമ്പയിൻ നടത്തും. നമുക്കറിയാം, മലയാളികൾ ഈ പെണ്ണ് കേസ്, ഗർഭക്കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കൗതുകം കൂടുതലുള്ളവരാണ്. അത് തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ മറ്റേ ചേച്ചിയെ കൊണ്ടുവന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കേരളം മുഴുവൻ ആളിക്കത്തുന്ന വിധത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ CPM-ന് സാധിച്ചത്. അല്ലെങ്കിൽ CPM-ന് തെരഞ്ഞെടുപ്പാകുമ്പോൾ അടിപ്പാവാട, സ്ത്രീ, ഗർഭം, പെണ്ണ് എന്നൊക്കെ പറിച്ച് കൂടുതലാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ സംസ്കാരം അതങ്ങനെയാണ്. അവരുടെ പാർട്ടിക്കുള്ളിലും അങ്ങനെ ഒരുപാട് സംസ്കാര സമ്പന്നരായ ആളുകളുണ്ട്. പക്ഷേ അതവർ കാണില്ല. അവർ മറ്റുള്ളവരുടെ തപ്പി നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാരണവശാലും തിരിച്ചു വരാൻ കഴിയില്ല. അതിപ്പോൾ ജാമ്യം കിട്ടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ രാഹുൽ ഒരു പെറ്റീഷൻ കൊടുത്താലും ഒന്നും നടക്കില്ല. വിധി എന്തായാലും ഈ കേസുകളിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വിധി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിച്ച് നേടിയ അത്രയും ഗംഭീരമായ തീപ്പൊരി പ്രകടനം നടത്തി വിജയം നേടിയ പാലക്കാട് രാഹുലിനെ ഉപേക്ഷിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇത്രയും ചെറിയ പ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി എടോ വിജയ എന്നൊക്കെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഞെട്ടിച്ച് കോൺഗ്രസ്സിന് ഒരു വലിയ കരുത്തുറ്റൊരു നേതാവ് വരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച ആളെ
തുടക്കത്തിലെ തന്നെ വെട്ടി മൂലക്കിരുത്താൻ CPM-നും BJP-ക്കും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ അതിൻ്റെ ഷോക്ക് കൊണ്ടാണോ, കാരണം രാഹുലിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നത് ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട്, രാഹുലിൻ്റെ ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് പടിയായി ഓരോന്ന് നേടി വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് നീ. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. അപ്പോൾ ഈ കേസില്ലെങ്കിൽ എന്താണ്, രാഹുൽ കൂടുതൽ ജനപ്രിയനായിട്ട് വരും. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടി അത്രയും മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്, നന്നായി പ്രസംഗിക്കുന്ന ആളാണ്, ചാനൽ ചർച്ചകളിൽ സജീവമാണ്, ചുറുചുറുക്കുള്ള യൗവനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസുകളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ രാഹുൽ ഇങ്ങനെ മുന്നോട്ട് പോകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തന്നെ മത്സരിക്കും, അവിടെ നിന്ന് വലിയ മാർജിനിൽ വിജയിക്കും. പിന്നെ ഒരു അടുത്ത UDF മന്ത്രിസഭയിൽ, UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ആ UDF മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കേണ്ട, ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നൊന്നുമല്ല, പക്ഷേ പിന്നീട് ഒരു 5 വർഷക്കാലം കേരളം കാണാൻ പോകുന്ന ഏറ്റവും മികച്ചൊരു മന്ത്രിയായി തിളങ്ങാൻ കപ്പാസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായനെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയും കരുത്തുള്ള, അത്രയും ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനെ അടിച്ച് ചവിട്ടി കൂട്ടി മൂലക്കിട്ട് വീട്ടിലാക്കി. അതിലൊരു വിഷമം വളരെയധികമായിരിക്കും. കാരണം രാഹുലും ഈ ഓരോ പ്രയാണത്തിലും തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 5 വർഷം കഴിയുമ്പോൾ മന്ത്രി, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മന്ത്രി, 5 വർഷം കഴിയുമ്പോൾ അടുത്ത പദവി, അല്ലെങ്കിൽ അടുത്തത് രാഷ്ട്രീയ വളർച്ച, ദേശീയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ഒരുപാട്, ഒരു കുടുംബജീവിതം അടക്കം മുന്നോട്ട് പലതും സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ തീർന്നു. ഇനി അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം രാഹുലിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ രാഹുലിന് ഹെയ്റ്റേഴ്സും ഉണ്ട്. ഒരു പൊതു ഇടത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ കൈയടിക്കാൻ മാത്രമല്ല ആളുകൾ ഉണ്ടാവുക, ചിലപ്പോൾ കൂക്കി വിളിക്കാനും കളിയാക്കാനും, എതിരെ വരുന്നയാൾ ഒന്ന് മുഖം ചുളിച്ചാൽ പോലും രാഹുലിൻ്റെ കോൺഫിഡൻസ് താഴെ പോവും. കാരണം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന പാർട്ടി, താൻ എല്ലാത്തിലും വലുതായി സ്നേഹിച്ച പാർട്ടി ഇന്ന് രാഹുലിനൊപ്പം ഇല്ല. ഒരു പ്രസ്ഥാനത്തിന് സജീവമായി നിൽക്കുന്ന ഒരാൾ പൊടുന്നനെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർക്കേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒരു ദിവസം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും പറയുകയാണ് ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യതയുണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നില്ല, അച്ഛൻ്റെ ശത്രുവിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ശത്രുക്കളുടെ വീട്ടിലേക്കും നമുക്ക് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ നടു റോട്ടിൽ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്, ഒരു അനുഭവമുണ്ട്, ഒരു വലിയ മാനസിക പ്രശ്നമുണ്ട്. മഴ പെയ്താൽ മഴ നനയണം, കാറ്റടിച്ചാൽ കാറ്റ് കൊള്ളണം, വെയിലാണെങ്കിൽ വെയിലേൽക്കണം, ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിന് നമുക്കൊപ്പം ആരുമില്ലാത്തൊരവസ്ഥ, വളരെ വളരെ ദുഃഖകരമായ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് രാഹുൽ ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെയൊക്കെ അതിജീവിച്ച് രാഹുലിന് പുറത്തു വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് രേഷ്മേ? ജനങ്ങൾ രാഹുലിനൊപ്പം നിൽക്കണം. ഞാൻ രാഹുലിന് വേണ്ടി പിന്തുണ ആവശ്യപ്പെടുന്നതല്ല കേട്ടോ, ഞാൻ ഒരു സൈക്കോളജി പറഞ്ഞതാണ്. അതായത് ഇത്രയധികം തകർന്ന് വീട്ടിൽ കിടക്കുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ രാഹുലിനോട് പുറത്തു വരാൻ പറയണം. ഇപ്പോൾ രാഹുലിനെ അടിച്ചു വീഴ്ത്തി ഒരു സൈഡിലാക്കിയതോടുകൂടി അതിജീവിതമാർക്ക് നീതി കൊടുക്കണമെന്ന ആശയമൊക്കെ പോയി. CPM-നും BJP-ക്കും അതിജീവിതമാർക്ക് വേണ്ടി ഇറങ്ങണ്ട. കാരണം അവരുടെ പ്രൈമറി ടാർഗറ്റ് രാഹുലിനെ കുറച്ച് കാലം അകത്തിടുക, രാഹുലിനെ തെളിവെടുപ്പിന് ഇങ്ങനെ തെക്ക് വടക്ക് കൊണ്ടുപോകുമ്പോൾ കൂവുക, കല്ലെറിയുക, ചീത്ത വിളിക്കുക, ഇതൊക്കെയായിരുന്നു. അതൊക്കെ നടന്നു. അപ്പോൾ അതെല്ലാം തെറ്റായ മാർഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതെന്ന് കോടതി പറഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം അവരെ സംബന്ധിച്ച് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടം മുഴുവൻ രാഹുലിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിലിനി അന്തിമ വിധി വരാൻ എത്ര കാലം എടുക്കും? അപ്പോഴത്തേനും ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താകും? ഇപ്പോൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാഹുലിനെ തിരിച്ചു വരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അല്ലാതെ രാഹുൽ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലരും പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ മിനിമം ഒരു വാർത്താ സമ്മേളനമെങ്കിലും വിളിക്കുന്നു. ചിലപ്പോൾ ജാമ്യം, ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം രാഹുൽ ഈ ലാഗ് എടുക്കുന്നത്. പക്ഷേ എങ്കിലും കോടതിയുടെ ഈ ജാമ്യത്തിൻ്റെ വിഷയവുമായി, ജാമ്യ ഉപാധികളുടെ പരിധിയിൽ വരാത്ത പൊതുവിൽ കാര്യങ്ങൾ പറയാമല്ലോ. മിനിമം ഞാൻ പാലക്കാട് MLA ഓഫീസിലേക്ക് തിരിച്ചു വരുമെന്നെങ്കിലും പറയാമല്ലോ. അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിയമപരമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാമല്ലോ.
നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാമല്ലോ. അതൊന്നും പറയാതെ രാഹുൽ മിണ്ടാണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ പഴയ വിഷാദ രോഗത്തിലേക്ക് രാഹുൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ രാഹുലിന് വലിയ തോതിലുള്ള ജനപിന്തുണ വേണം. രാഹുലിന് അതുപോലെ ഹെയ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഹെയ്റ്റേഴ്സിനെ അതിജീവിക്കുന്ന വിധത്തിൽ അവരൊക്കെ പ്രബലരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾ സാധാരണക്കാർ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ പരസ്യമായി രാഹുലിന് കൊടുക്കാത്ത പക്ഷം രാഹുൽ അടിച്ച് വീട്ടിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര സുഖകരമല്ല രാഹുലിൻ്റെ അവസ്ഥ എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമികമായൊരു വിവരം. അത്രയും കടുത്ത വിഷാദത്തിലേക്ക് രാഹുൽ നീങ്ങുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. രാഹുൽ പൊതുമധ്യത്തിൽ വരാൻ മടി കാണിക്കുന്നത് തന്നെ ആ ഒരു തളർച്ചയുടെ തകർച്ചയുടെ അടയാളമായി കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകും. കേരള രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ മായ്ക്കപ്പെടും, തുടച്ചു നീക്കപ്പെടും. ഈ വിഷാദം അനുഭവിച്ച് വീട്ടിൽ കുത്തിയിരിക്കാനാണ് രാഹുൽ തീരുമാനിക്കുന്നതെങ്കിൽ അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ